യുണൈറ്റഡ് കിങ്ഡം അഥവാ UK സിഗരറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിരോധിക്കാൻ പോവുകയാണ്. അതായത് ഒരു പ്രത്യേക പ്രായത്തിന് താഴെയുള്ളവർക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ ഇനി സിഗരറ്റ് വാങ്ങാൻ കഴിയില്ല. UK പാർലമെന്റ് ഇപ്പോൾ പാസാക്കിയ ടുബാക്കോ ആൻഡ് വേപ്സ് ബിൽ 2009 ജനുവരി 1 തീയതിയോ അതിനുശേഷമോ ജനിച്ച ആർക്കും UK ഇനി സിഗരറ്റ് വിൽക്കാൻ പാടില്ല. ഇപ്പോൾ ഏകദേശം 17 വയസ്സുള്ള കുട്ടികൾക്ക് അവരുടെ 18 വയസ്സായാലും 40 വയസ്സായാലും 80 വയസ്സായാലും നിയമപരമായി ഒരു കടയിൽ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങാൻ കഴിയില്ല. ഓരോ വർഷം കഴിയും തോറും ഈ പ്രായപരിധി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും. അതായത് പുകവലിക്കാൻ നിയമപരമായ അനുവാദമുള്ള പ്രായം ഓരോ വർഷവും ഓരോ വയസ്സ് വെച്ച് കൂടിക്കൊണ്ടിരിക്കും. ഒരു ടുബാക്കോ ഫ്രീ ജനറേഷനാണ് ലക്ഷ്യം. ഒരു നിശ്ചിത പ്രായത്തിന് താഴെയുള്ള ഒരു തലമുറയ്ക്ക് സിഗരറ്റ് എന്നത് എന്നേക്കുമായി അന്യമാകും. മുൻ പ്രധാനമന്ത്രി ഋഷി സുനക് വിഭാവനം ചെയ്ത ഈ പദ്ധതി ഇപ്പോൾ അധികാരത്തിലുള്ള ലേബർ ഗവൺമെന്റും പൂർണ്ണ പിന്തുണയോടെ നടപ്പിലാക്കുകയാണ്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിഗരറ്റ് വലിക്കുന്നത് UK ഗവൺമെന്റ് ഒരു കുറ്റമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് വഴിയിൽ നിന്ന് പുകവലിക്കുന്ന ഒരാളെ പോലീസ് പിടിച്ച് ജയിലിലിടില്ല. ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ സപ്ലൈ ആണ്. അതായത് കടക്കാരൻ. ഒരു കടക്കാരൻ 2009 ജനുവരി 1 ശേഷം ജനിച്ച ഒരാൾക്ക് സിഗരറ്റ് വിറ്റാൽ ആ കടക്കാരൻ വലിയ തുക പിഴ അടയ്ക്കേണ്ടി വരും. UK മദ്യം വാങ്ങാൻ പോകുമ്പോൾ ID കാർഡ് ചോദിക്കുന്നത് പോലെ തന്നെ ഇനി സിഗരറ്റ് വാങ്ങുമ്പോഴും ID കാർഡ് നിർബന്ധമാകും. നമ്മുടെ നാട്ടിലെ പോലെ പെട്ടിക്കടയിൽ പോയി ചേട്ടാ ഒരു സിഗരറ്റ് എന്ന് പറഞ്ഞു വാങ്ങാൻ അവിടെ പറ്റില്ല. ഓരോ സെയിലിനും കൃത്യമായ റെക്കോർഡ് ഉണ്ടാകും. സിഗരറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ നിയമത്തിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് വേപ്പിംഗ് ഇ സിഗരറ്റ്. ദ്രാവക രൂപത്തിലുള്ള ഒരു ലായനിയെ ചൂടാക്കി അതിൽ നിന്നുണ്ടാകുന്ന നീരാവി അല്ലെങ്കിൽ വേപ്പർ ശ്വസിക്കുന്നതിനെയാണ് വേപ്പിംഗ് എന്ന് പറയുന്നത്. സാധാരണ സിഗരറ്റിൽ പുകയില കത്തുമ്പോഴുണ്ടാകുന്ന പുകയാണ് നമ്മൾ ശ്വസിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ബാറ്ററി ഉപയോഗിച്ച് ലിക്വിഡിനെ നീരാവിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പുകവലിക്ക് പകരമായി ഉപയോഗിക്കാവുന്ന സുരക്ഷിതമായ മാർഗമാണിതെന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആരോഗ്യത്തിന് ഹാനികരമായ നിക്കോട്ടിനും മറ്റ് പല മാരക രാസവസ്തുക്കളും ഈ വേപ്പിംഗ് ലിക്വിഡിൽ അടങ്ങിയിട്ടുണ്ട്. UK പുതിയ നിയമം സിഗരറ്റിന് മാത്രമല്ല ഈ പറഞ്ഞ വേപ്പിങ്ങിനും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. മുതിർന്നവർക്കും പുകവലി നിർത്താൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക മാർഗമായിട്ടാണ് ഗവൺമെന്റ് ഇതിനെ കാണുന്നത്. എന്നാൽ കുട്ടികൾക്കിടയിൽ ഇത് പടരുന്നത് തടയാൻ അവർ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ബബിൾഗം, ചോക്ലേറ്റ്, സ്ട്രോബെറി തുടങ്ങിയ ഫ്ലേവറുകൾക്ക് നിയന്ത്രണം വരും. കുട്ടികൾ കാണുന്ന തരത്തിലുള്ള പാക്കിങ്ങും മാർക്കറ്റിങ്ങും നിരോധിക്കും. കുട്ടികളുള്ള കാറുകൾക്കുള്ളിൽ ഇരുന്ന് വേപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ സ്കൂൾ പരിസരങ്ങളിലും കളിസ്ഥലങ്ങളിലും ഇത് കംപ്ലീറ്റ് ആയി നിരോധിച്ചു. എന്നാൽ മുതിർന്നവർക്ക് പുകവലി നിർത്താൻ വേണ്ടിയുള്ള ഒരു മാർഗമായി വേപ്പിങ്ങിനെ ഗവൺമെന്റ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആശുപത്രി പരിസരങ്ങളിൽ പോലും മുതിർന്നവർക്ക് വേപ്പ് ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. പബ്ബുകളുടെ പുറത്തും ഇത് അനുവദനീയമാണ്. അതായത് സിഗരറ്റ് പൂർണ്ണമായും ഇല്ലാതാക്കുക, വേപ്പിങ്ങിനെ പുകവലി നിർത്താനുള്ള ഒരു വഴി മാത്രമായി നിലനിർത്തുക എന്നതാണ് അവരുടെ പ്ലാൻ. എല്ലാ നിയമങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഇതിനും ചില വെല്ലുവിളികളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ സിഗരറ്റ് ബ്ലാക്ക് മാർക്കറ്റിൽ വരാൻ സാധ്യതയില്ല എന്നതാണ്. കടയിൽ കിട്ടിയില്ലെങ്കിൽ ആളുകൾ കള്ളക്കടത്തിലൂടെ വരുന്ന സിഗരറ്റ് വാങ്ങാൻ നോക്കും. രണ്ടാമത്തെ കാര്യം, ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഒരു കൂട്ടം ആളുകൾ വാദിക്കുന്നുമുണ്ട്. ന്യൂസിലാൻഡ് ഇതിനു മുൻപ് ഇത്തരം ഒരു നിയമം കൊണ്ടുവരാൻ നോക്കിയതായിരുന്നു. പക്ഷെ അവിടെ ഗവൺമെന്റ് മാറിയപ്പോൾ ആ തീരുമാനം അവർ വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ UK ആണ് ഈ കാര്യത്തിൽ ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഇത് സക്സസ് ആയാൽ മറ്റ് പല രാജ്യങ്ങളും ഇതേ മാതൃക പിന്തുടരാൻ സാധ്യതയുണ്ട്. ലോങ് ടേമിൽ ഇത് വലിയൊരു മാറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. സിഗരറ്റ് വലിക്കുന്നത് സ്റ്റൈലാണെന്ന് കരുതി തുടങ്ങുന്ന ഒരു പ്രായമുണ്ടല്ലോ. ആ പ്രായത്തിൽ തന്നെ ഇതിന്റെ ലഭ്യത കുറഞ്ഞാൽ പുതിയൊരു തലമുറയെ ഈ ശീലത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊരു നിയമം വന്നാൽ എങ്ങനെയുണ്ടാകും? പക്ഷെ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഇത് നടപ്പിലാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ നാട്ടിലെ പെട്ടിക്കടകളിലും മറ്റും ID കാർഡ് ചെക്ക് ചെയ്ത് സിഗരറ്റ് വിൽക്കുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? UK ചെയ്ത ഈ കാര്യം ശരിയാണോ? അതോ പുകവലിക്കാനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്ക് നൽകണോ? താഴെ കമന്റ് ബോക്സിൽ പറയൂ. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.